ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വഴിവിളക്കിൻ്റെ പ്രകാശത്തിലിരുന്ന് ദീർഘനേരമായി എന്തോ അന്വേഷിച്ച് തപ്പിത്തടയുന്ന ഒരുവനെ ശ്രദ്ധിച്ച വഴിപോക്കൻ എന്താണ് അന്വേഷിക്കുന്നത്, വിലപ്പെട്ടതെന്തെങ്കിലും നഷ്ടപ്പെട്ടത് തിരയുന്നുവോ എന്ന് ചോദിച്ചു. താക്കോൽ നഷ്ടപ്പെട്ടത് തിരയുകയാണ് എന്ന് അയാൾ പറഞ്ഞു. മറ്റേയാളും കൂടെ തിരച്ചിൽ ആരംഭിച്ചു. ഒരുപാട് നേരം നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. ഇവിടെയാണോ താക്കോൽ നഷ്ടപ്പെട്ടത് എന്ന് അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ മറ്റേയാൾ പറഞ്ഞു, അല്ല, വീട്ടിലാണ് നഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ അന്വേഷിക്കുന്നത് എന്ന് ആശ്ചര്യത്തോടെ വീണ്ടും ചോദിച്ചപ്പോൾ വീട്ടിൽ വെളിച്ചമില്ല, ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത് എന്ന് മറുപടി. പ്രിയമുള്ളവരെ, ജീവിത സന്തോഷത്തിൻ്റെ താക്കോൽ പലർക്കും ഭവനങ്ങളിലാണ് നഷ്ടപ്പെടുന്നത്. അവിടെ അന്ധകാരാവൃതമായതിനാൽ വെളിച്ചമുണ്ടെന്ന ചിന്തയിൽ തോന്നുന്നിടത്തെല്ലാം ഓടി വെളിച്ചം അന്വേഷിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, നിശാ ക്ലബ്ബുകൾ, അസാൻമാർഗിക ജീവിതം, താക്കോൽ അന്വേഷിക്കുന്ന മനുഷ്യൻ. ഇതിനിടയിൽ നാം ചിന്തിക്കേണ്ടുന്ന വലിയ കാര്യം, അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം തൻ്റെ മക്കളായ നമ്മെ മറക്കുകയില്ലെന്ന് പ്രവാചകന്മാർ വഴി അവിടുന്ന് നമ്മോട് അരുളി ചെയ്തിട്ടുള്ള വചനങ്ങളാണ്. 125 സങ്കീർത്തനം 1 വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല എന്നും പ്രവാചകന്മാർ വഴി ദൈവം തമ്പുരാൻ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ആർജിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോഴും ദൈവവിശ്വാസം കൈവിടാതെ ഇരുന്നാൽ അതിൻ്റെ ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള അടുപ്പവും നമുക്ക് ലഭിക്കുന്ന വലിയ ധൈര്യമാണ് എന്ന് ഓർപ്പിക്കട്ടെ. ഭൂമിയിൽ ഒരു പിതാവിനും മാതാവിനും സാധിക്കുന്നതിലധികമായി നമ്മെ സ്നേഹിക്കുന്നവനാണ് ദൈവം തമ്പുരാൻ. അതുപോലെ മറ്റാരേക്കാളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ് സ്നേഹനിധിയായ ദൈവം. അപ്പോൾ പിന്നെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും നാം പതറേണ്ടതില്ല എന്ന് സാരം. സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം നാം അവിടുത്തെ സ്വന്തമാണ്. ദൈവ മക്കൾ എന്ന് വിശ്വസിക്കുന്ന നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് ധൈര്യമായി മുന്നേറുവാൻ, ജീവിത വിജയം പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ അച്ഛൻ.